ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നേര്യമംഗലത്താണ്. ഇതേ നേര്യമംഗലത്ത് നിന്ന് പാലം കയറി നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടിലിപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മളിന്ന് പോകുന്നത് മൂന്നാറിലേക്കല്ല, നമ്മൾ ഈ നേര്യമംഗലം ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലങ്ങളെ കാണാൻ വേണ്ടി നമ്മളിന്ന് ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഒരു ഇന്ന സ്ഥലം എന്ന് പറയാനില്ല. അപ്പോൾ ഇതേ ഇവിടെ നിന്ന് നമ്മൾ ഈ പാലം കഴിഞ്ഞ് കുറച്ചുകൂടി പോയിക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. ഒരു തൂക്കുപാലമുണ്ട്. ലെഫ്റ്റ് അല്ല, ഇഞ്ചത്തൊട്ടി പോകുന്ന വഴിയല്ല, ഇത് വേറൊരു തൂക്കുപാലമാണ്. അപ്പോൾ നമ്മൾ ആ തൂക്കുപാലമൊക്കെ ഉണ്ട്, അങ്ങനെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ 3 ഫ്രണ്ട്സ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ റസാക്ക് ഉണ്ട്, ബിനു ഉണ്ട്, പിന്നെ സുരേഷ് ചേട്ടനുണ്ട്. അപ്പോൾ ഈ വഴി ഞാനിത് ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. അപ്പോൾ നമ്മുടെ ബിനു പോയിട്ടുണ്ടെന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഇഞ്ചത്തൊട്ടി പോകണമെങ്കിൽ കുറച്ചുകൂടിയും പോയിട്ട് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്, മൂന്നാർ പോകുന്ന റൂട്ടിൽ. ഇത് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടൊരു വഴി. അപ്പോൾ ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്, അപ്പോൾ നമുക്ക് പോയി നോക്കാം. അതിവിടെ കാഞ്ഞിരവേലി എന്നാണ് ഈ റോഡിൻ്റെ പേര്. കാഞ്ഞിരവേലി കമ്പിലൈൻ റോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ട് കാണുന്നത്. ഇത് കാഞ്ഞിരവേലി അങ്ങനെയാണ് പിന്നെ പറഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരും. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നിട്ടോ. അടിപൊളി റൂട്ടാണ്. അതെ, നല്ല പച്ചപ്പും ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി റൂട്ട്. വെയിലെന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാട്ടെ ഈ റൂട്ടിൽ. ഇത്രയും നേരം നമ്മൾ ഫുള്ളൊരു കാട് പോലത്തെ സെറ്റപ്പ് മരങ്ങളുടെ ഇടയ്ക്കിടയ്ക്കാണ് വന്നത്. ഇപ്പോൾ ചെറിയൊരു പുഴ ക്രോസ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മളിത് പാലം ക്രോസ് ചെയ്തിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇതേ ചേർന്ന് ചെറിയൊരു നടവഴിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ബിനുവും സുരേഷേണ്ണ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പോയി നോക്കാം. ചെറിയൊരു വഴിയാണ്. അപ്പോൾ വിനു കയറി പോയിട്ടുണ്ട്. ആ പുഴയുടെ തൊട്ട് ചേർന്നാണ് കേട്ടോ വഴി. ഇതിലെന്തോരം പോകാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അവരേത് അവിടെ നിൽപ്പുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന്. ഇനി അങ്ങോട്ട് വഴി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടി പോയി നോക്കാം. വഴി ഏകദേശം ഇവിടെ തീർന്നെന്ന് തോന്നണം. ഇവിടം വരെ വണ്ടി പോകുള്ളൂന്ന് തോന്നണം കേട്ടോ. റസാക്കിൻ്റെ കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിലിരുന്നിട്ട്? എത്ര ദിവസം ഇരുന്ന്? 17 അടിപൊളിയായിരുന്നല്ലേ? അതെ, അത് കഴിഞ്ഞ ആദ്യത്തെ ട്രിപ്പാണ്. ആള് വീട്ടിലിരുന്ന് പ്രാന്ത് പിടിച്ചിറങ്ങിയേക്കനാണ്. റസാക്ക് മാരക ഫോട്ടോഷൂട്ട് ഉണ്ടാകും. കിടന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. സുരേഷ് അപ്പുറത്തിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലം ഉണ്ടാവും. വെറുതെ വന്ന് കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഇട്ട് ഈ പാറയൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് പോകണ പറഞ്ഞാൽ നല്ല ശബ്ദം, നല്ല അടിപൊളി. ബിനോടെ മുകളിൽ വ്ലോഗ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇത് ഈ കാണുന്നത് ചീയപ്പാറയെന്ന് പറയുന്ന വെള്ളം കേട്ടോ. ഇതിൽ പോയിട്ട് ഇതിൻ്റെ വളവിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് പുഴ. നമ്മുടെ നേര്യമംഗലം പാലത്തിൻ്റെ അടിക്കടി വരുന്ന പുഴ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കയറാണ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന മല ഉണ്ടോ, അത് മണിയമ്പാറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടത്. ഇവിടെ ഒന്ന് കുറച്ച് നേരമൊക്കെ കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് വിശ്രമിച്ച് അപ്പോൾ നമ്മളിതേ പതുക്കെ ഇനി തിരിച്ച് ഇവിടെ നിന്ന് കയറാണ്ട്. ഇവിടെ നിന്ന് റോട്ടിൽ കയറിയിട്ട് വേറെ ബിനു ഏതൊക്കെയോ വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ചായക്കടക്കാരനോട് പോയി ചോദിച്ച് വഴി എവിടെയൊക്കെയോ ഓഫ് റോഡൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ പറ്റുന്നിടത്തൊക്കെ ഒന്ന് കയറി കറങ്ങി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെയിൻ റൂട്ടിലോട്ട് കയറിയിട്ട് കുറേ ഇങ്ങോട്ട് നേരെ പോകുന്നിട്ടോ. അതേ നല്ല അടിപൊളി റൂട്ട് ആയിരുന്നില്ല, മരങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള നല്ല അടിപൊളി റൂട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബോർഡാണ്, കാഞ്ഞിരവേലി ഇഞ്ചപ്പത്താൽ തൂക്കുപാലം. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ബോർഡ്. ഒരു ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ബിനു ഫ്രണ്ട് വരെ പോയിട്ടുണ്ട്.
പിന്നെ കുറേ നാൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടം വരെ നമ്മുടെ വണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടം വരെ ഉള്ളൂ അല്ലേ? വണ്ടി ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നമുക്ക് നടന്ന് കയറണം. അപ്പോൾ നമ്മൾ വണ്ടി കൂടെ വെച്ചിട്ടാണ് ഇനി അവിടെയായിട്ടാണ് തൂക്കാലത്തിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അവരാണ് പോയല്ലേ? നമ്മൾ വണ്ടി വെച്ച സ്ഥലത്ത് നിന്ന് അധികമില്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്കിത് അതിൻ്റെ തൂക്കാലത്തിൻ്റെ വടം കിട്ടിയാണത് കാണാം. രണ്ട് സൈഡ് അതാണ് നമ്മുടെ തൂക്കുപാലം. നല്ല പഴക്കമുണ്ടെന്നുള്ളേ. പുതിയ പാലോ? അപ്പോൾ നമ്മൾ പാലത്തിലേക്ക് കയറാണ്. അധികം വീതിയില്ല കേട്ടോ. അനങ്ങണ്ടോ? ആടെ ഉണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ സെൻറ്ററിൽ ചെല്ലുമ്പോൾ ചെറിയ അനക്കുണ്ടാവുമായിരിക്കും. അടിപൊളിയാണ്. അധികം വീതിയില്ല. കംപ്ലീറ്റ് അടിയിൽ ഇരുമ്പിൻ്റെയൊക്കെ ഇങ്ങനെ പട്ട വെച്ച് ചെയ്തതാണത്. അതേ മഴക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ ഭയങ്കര കലങ്ങിയാണ്ട് ഒഴുകണേ. ഇപ്പോൾ അതേ ആട്ടം കിട്ടണ്ട കേട്ടോ. കയറിയൊന്നും പറയണ്ടായില്ല. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉണ്ട് പാലം. വീതി ചെറുതാണെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അടിപൊളിയുണ്ട്. ശരിക്കും ഇറങ്ങാനുണ്ട്. നമ്മുടെ ആ പുഴയുടെ അതേ വീതി ഉണ്ട് അവിടെ. നേരങ്ങളത്ത് നമ്മുടെ പാലല്ലേ വീതി ആ പുഴ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് പോയ സ്ഥലം അവിടെ എവിടെയാണ് കേട്ടോ. പറയുന്ന വെള്ളം വരുന്ന കയറുന്ന പറയില്ലേ, അത് ആ ഭാഗത്ത് എവിടെയാണ് വന്ന് കയറുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് കയറി വന്നത്. ഏകദേശം അപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്റർ എത്തിയെന്ന് തോന്നുന്നുണ്ടോ. ഏകദേശം സെൻറ്റർ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നല്ല രസമുണ്ട്. അവിടെ ഒരു അടിപൊളി മല കാണാലോ. അതേതാ പിന്നു? അകലെ കാണുന്ന കുത്തനിക്കണ മല ഏതാ? ആണോ? അടിപൊളി ഒരു മല കാണാം കേട്ടോ. അവിടെ മീനുളിയും പാറ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം അപ്പുറത്തെ സൈഡിലോട്ട് എത്താറായിട്ടാ. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ നേരിയമംഗലം ആ പാലത്തിൻ്റെയൊക്കെ പോകുന്ന ലെങ്ത് ഉണ്ടല്ലോ, ആ സെയിം പുഴ തന്നെയാണ്. അപ്പോൾ അതേ ലെങ്ത് തന്നെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇപ്പുറം ചെറിയൊരു റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി അന്തരീക്ഷമാണ്. നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ വടം പോയിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ നമ്മൾ പാലത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങാണ്ട. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഡ്രോണൊക്കെ പറത്തി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഇറങ്ങി പോകുന്നത് കേട്ടോ. അടിപൊളി ഒരു പാലമാണ്.
അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടാ. അപ്പോൾ ഈ പാലത്തിൻ്റെ പേര് അവിടെ റൂട്ടിൽ തിരിയണത് ബോർഡ് വെച്ചാണത് കാഞ്ഞിരവലി ഇഞ്ചപ്പത്താൽ തൂക്കുപാലം എന്നാണ് വെച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.